മഞ്ഞ് തേടുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ വൈവിധ്യം നിറയ്ക്കുന്ന സോനാമാർഗ്. അതെ, മഞ്ഞ് മൂടിയായി കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് സോനാമാർഗിൽ നിന്നാണ്. സ്വർണത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന സോനാമാർഗിൽ നിന്നും വിലപിടിപ്പുള്ള കാഴ്ചകൾ എന്തൊക്കെ കാണാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉറപ്പായും ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് സോനാമാർഗ്. സോൻമാർഗിലേക്കുള്ള വഴിയിൽ നമ്മൾ ചായ പിടിക്കാൻ നിർത്തിയേക്കുക. ഒരു അടിപൊളി വ്യൂ, ഹോട്ട് ടീ, പിന്നെ ഒരു കേക്ക്. ഭായിമാര് നമുക്കിനി ഇവിടുന്ന് സോൻമാർഗിലേക്ക് ഒരു 20 കിലോമീറ്ററോടെ ഉള്ളത്. ഇത് ഗുണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗുണ്ട് കഴിഞ്ഞ് 20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സോൻമാർഗ്. സോജില വരെ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം സോജില കാർഗിൽ വരെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അതിനപ്പുറത്ത് കുറച്ച് വെതർ കുറച്ച് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് നമ്മൾ സോജില വരെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോജില എന്ന് പറയുമ്പോൾ ലഡാക്കിൽ വരുന്നത്, യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിലാണ് സോജില വരുന്നത്. വിന്ററിലൊക്കെ ഫുൾ ടൈം ക്ലോസ്ഡ് ആയിരിക്കും. ലഡാക്ക് റൂട്ടിൽ മെയിനായിട്ട് റൈഡേഴ്സിനൊക്കെ അറിയാവുന്ന സ്ഥലം അത്. അപ്പോൾ അവിടെ ഒരു പുതിയതായിട്ട് ടണൽ പണിയുന്നുണ്ടെന്ന് അറിഞ്ഞത്. അതൊക്കെ നമുക്ക് പറ്റുവാണെന്ന് കാണണം. ആ ടണൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾ വെതർ അതുവഴി ട്രാവൽ ചെയ്യാൻ പറ്റും, ഓൾ സീസൺ ട്രാവൽ ചെയ്യാൻ പറ്റും. രണ്ടിനെയും കൂടെ ബോർഡറിൽ, അതായത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും ബോർഡറിലാണ് ഈ സോജില പാസ് എന്ന് പറയുന്ന പാസ് ഇരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം എല്ലാവരും. ടണലിന്റെ ഭാഗമായിട്ടുള്ള സാധനം കേട്ടോ. ഇതാണ് നമ്മുടെ ടണൽ. ഇവിടെ മറ്റേ സോജില ടണലിന്റെ തന്നെ ഭാഗം അത്. കാരണം ഉള്ള റോഡിൽ കൂടെ തന്നെ നീ വരുന്ന വഴി കുറെ കണ്ടില്ല, കല്ല് നമ്മുടെ റോഡിൽ തന്നെ കല്ലടിക്കി വെച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ അത് ആർക്കാൻ വേണ്ടിയിട്ടാ. കാരണം മഞ്ഞ് വീണാൽ ടണൽ ബ്ലോക്ക് ആവരുത്. ഇവിടെ മഞ്ഞ് വീണാലും റോഡിലേക്ക് റോഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അതിന് മറ്റിങ്ങനെ മേൽക്കൂര പോലെ വാർത്ത് പോകുന്നത്. പക്ഷെ നമ്മൾ കുറേ ദൂരം വന്നില്ല ഈ റോഡിൽ തന്നെ. അതിന് രണ്ട് സൈഡിൽ കല്ലിട്ട് വാർക്കുന്നുണ്ടായിരുന്നു. അത് മേൽക്കൂര പോലെ വാർക്കും. കുറച്ച് മോശം ഉണ്ടായിരുന്നാലും പിന്നെ മൊത്തം ഇന്റർലോക്ക് ചെയ്തേക്കുന്നല്ലേ. അടുത്തൊക്കെ ചെയ്തല്ലെന്ന് തോന്നുന്നു.
പോയിന്റ്. ഇവിടെയാണ് ഇപ്പോൾ സ്നോ ഉള്ളത്. ഈ 0 പോയിന്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എപ്പോഴും സ്നോ ഉള്ളതുകൊണ്ടാണ്. എപ്പോൾ വന്നാലും നമുക്കിവിടെ സ്നോ കാണാൻ പറ്റും. അവിടെ താഴേക്ക് പോയാൽ നമുക്ക് സ്നോ വാരി കളിക്കാം. അവിടെ ഇതൊക്കെ ഉണ്ട്, ബഗി റൈഡും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ സോജില വാർ മെമ്മോറിയൽ ഉണ്ടെന്ന് ഒരു ബോർഡ് കണ്ടു. ഈ മല എന്നൊക്കെ പറഞ്ഞാൽ POK അല്ലേ ഇതിന്റെ അപ്പുറം? ആണോ? കാർഗിലിന്റെ അപ്പുറത്തല്ലേ ഇതെല്ലാം ബോട്ടിങ്ങിന് പോലെ. ഓക്കെ, ഇവിടെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. दो घंटे लगेंगे. आपके डिपेंड है कितना टाइम दोगे पॉइंट पे. ടൈമില്ല, टाइम अनलिमिटेड है. ടൈമുമില്ല. പിന്നെ നമ്മൾ ഗോഡയെ കയറുന്നത് നമ്മൾ അതിന് എതിരാണ്. അത് ആനിമൽ അബ്യൂസിന് എതിരാണ്. അത് വലിയ ടെറൈനിലൊക്കെ ഹൈ കയറ്റം ഉള്ളിടത്തൊക്കെ എന്നെ ഒന്നും താങ്ങുമല്ലേ. അത് ശരിയാണ്. Just 0 point. How you feel at 0 point? Feel so chill. എന്തായാലും ഒക്ടോബറിൽ നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഒരു 100 കിലോമീറ്റേഴ്സ് മേളിൽ വരേണ്ട വന്നു. എന്തായാലും നമ്മള് ഗുൽമാർഗ് പോകുമ്പോൾ ഉറപ്പായിട്ടും കാണാൻ പറ്റും. എന്നാലും ഇത് വേറൊരു എക്സ്പീരിയൻസ്. ഗുൽമാർഗ് ഓൾറെഡി നമ്മൾ ഗൊണ്ടോള റൈഡ് phase 2 വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും മഞ്ഞുണ്ടാവും. പിന്നെ ഈ പോകുന്ന ഹൈവേ ആണ് നേരെ കാർഗിൽ പോകുന്ന റൂട്ടാണ്. കാർഗിൽ ലഡാക്ക്. സോ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലഡാക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലഡാക്കിലാണ്. സോജില പാസ് ആണ് ഇതിന്റെ ആക്ച്വൽ ബോർഡർ. അതിന്റെ ഇപ്പുറത്തോട്ട് ലഡാക്കാണ്. സോജില പാസ് ലഡാക്ക് ടെറിട്ടറിയിലുള്ള. हाँ भैया, किधर से आप? उत्तराखंड. अच्छा, और बर्फ गिरेगा आज? बर्फ आज 26 को गिरेगा. 26 को आज 25 आज है. 25 है. हाँ 25 से 26 को बर्फ पक्का गिरेगा. बोल रखा है नेट पे, गूगल पे दे रखा है. ओके, वो वेदर फोरकास्ट का रिपोर्ट आया. हाँ आया उसमें. आपका नाम भैया? हमारा नाम पलटस सिंह. पलटस सिंह. उत्तराखंड से कहाँ? जोशीमठ. तो नंदावाली नेशनल पार्क, बद्रीनाथ, केदारनाथ, गंगोत्री, होली, चमोली, पौड़ी, पीडी, पौड़ी. मिलके बहुत खुश. थैंक यू. ठीक है भैया. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ആളിവിടെ കുങ്കുമപ്പൂവിന്റെ വെണ്ടറാണ്. ഇവിടെ നാളെ മഞ്ഞ് വീഴുന്നാ പറയുന്നത്. നമ്മള് സോൺമാർഗിൽ നിന്ന് വന്ന റോഡാണ്. ഇവിടെ താഴെ കാണുന്ന ടണലിന്റെ, ഈ സോജില ടണലിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. അതിലെയാണ് ടണൽ പാസ് ചെയ്യുന്നത്. അതിന്റെ മേളിൽ ഈ പറഞ്ഞ ഹെയർ പിൻസ് കയറിയാണ് നമ്മൾ വന്നത്. ഒരു 2-3 years കൂടെ കഴിഞ്ഞാൽ സോജില പാസ് എന്ന് പറഞ്ഞത് ഒരു ഇതായിപ്പോവും, ഹിസ്റ്ററി ആയിപ്പോവും. എല്ലാവരും ടണൽ യൂസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം റോത്താങ് അടൽ ടണൽ പോലൊക്കെ സോജില പീക്കിനെ ബൈപ്പാസ് ചെയ്യും. യാത്ര ചെയ്ത് വന്ന ഈ റോഡ് ഇതെന്ന് പറഞ്ഞാൽ സമ്മറിൽ യാത്ര ചെയ്യാം. സമ്മറിൽ മാത്രം പറ്റുന്ന റോഡാണ് ലഡാക്കിലേക്ക്. നമുക്ക് താഴെ കാണാം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓൾ വെതർ കണക്ടിവിറ്റി ആണ് ലഡാക്കിലേക്ക് വരുന്നത്. ഈ ടണൽ റോഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നും ഒരു 10-30 കിലോമീറ്ററോളം ടണലിലാണ്. ഇത്രയും നാളായിട്ട് നമ്മൾ ബോർഡറിലേക്ക് ഒരു സീസൺ ടണലോ കണക്ടിവിറ്റി ഇല്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഈ ഒരു ബോർഡറിൽ ഡെവലപ്പ് ചെയ്തത്. അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. ഞാൻ നോക്കിയിരിക്കുന്നത് ഈ ലാൻഡ് ഡിഗ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ റോഡ് പണിഞ്ഞിട്ട് മണ്ടയിൽ ആർച്ച് വെച്ചിട്ട് അതിന് പിന്നെ അത് കവർ ചെയ്യുക. അതെ, മേൽക്കൂര പോലെ ഇങ്ങനെ ക്രൗൺ
റൗണ്ട് ഷേപ്പിൽ ഹാഫ് സിലിണ്ടറിക്കൽ ഷേപ്പിൽ വെച്ചിട്ട് അതിന്റെ സൈഡിൽ തന്നെ മറ്റേ ഡ്രെയിനേജ് ഒക്കെ ഉണ്ട്. ഡ്രെയിനേജ് ഉണ്ട്. ശരിക്കും ഒരു നാച്ചുറൽ സ്ട്രീം ഉണ്ട് ഇവിടെ. എനിക്ക് ആ ഡ്രെയിനേജ് ഈ സ്ട്രീം കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ മുകളിൽ വീഴുന്ന മഞ്ഞ് മെൽറ്റ് ചെയ്തിട്ട് വെള്ളമായിട്ട് ഡ്രെയിനേജ് വന്നിട്ട് അത് സ്ട്രീമിലേക്ക് എത്തുന്ന രീതിയിലാണ് തോന്നുന്നത് കൺസ്ട്രക്ഷൻ. അതായത് ഓട്ടോമാറ്റിക്കലി സ്നോ എല്ലാം മെൽറ്റ് ആയി പോകുള്ളൂ. അതിന് പ്രത്യേകം നമ്മൾ ഒരു എഫേർട്ട് ഒരു വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ കുറേ കിലോമീറ്റർ ആയിട്ട് ഇത് കാണുവാണ്. നമ്മുടെ പാരലായിട്ട് ഈ ടണൽ റോഡ് കുറേ കിലോമീറ്റർ. നീ ഇവിടുത്തെ ഈ ഹിമാലയൻ റീജിയന്റെ ഒരു ഇത് ശ്രദ്ധിച്ചാൽ ഭയങ്കര സോഫ്റ്റ് ടെറൈനാണ് ഈ കണ്ട മലകളും എല്ലാം. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും എന്താ പറയുക പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശമാണ്. ഇത് ഭയങ്കര ഭൂകമ്പ സാധ്യത കൂടിയ പ്രദേശമായിരുന്നു. നമ്മൾ ഇതിന് ഫോർമേഷൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കോടിക്കണക്കിന് വർഷം മുമ്പ് ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ് ഈ ഹിമാലയ റീജിയൻ ഫോം ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ ഇതിങ്ങനെ ഞെരുങ്ങി വന്നിട്ട് മലയാണ് നമ്മുടെ ഹിമാലയം. ഇതിന് ബേസിക്കലി ഇതിന് വളരെ എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ളൊരു റീജിയനാണിത്. ഒരു എർത്ത് ക്വേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെ. ശരിക്കും ഈ എവറസ്റ്റും എല്ലാം ഈ ഒരു റീജിയൻ തന്നെയല്ലേ? എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹിമാലയൻ്റെ ഏറ്റവും അപ്പർ റീജിയനിലാണ്. നമ്മൾ കാരക്കോറം റേഞ്ചസ് എന്ന് വിളിക്കുന്നില്ലേ, ആ റീജിയനിലാണ് ഈ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സിയാച്ചിനൊക്കെ കാരക്കോറം റേഞ്ചിലായിരിക്കും. മൗണ്ട് K2 മൗണ്ട് K2 ഒക്കെ ഇപ്പോൾ POK ആണെന്നാണല്ലോ മാപ്പിൽ അവന്മാരുടെ മാപ്പിൽ അങ്ങനെയല്ലേ. ഉടനെ നമ്മുടെ മാപ്പിലാക്കണം. K2 ഒക്കെ ഭയങ്കര പാടുള്ളൊരു ടെറൈനാണ്. ഈ എവറസ്റ്റ് കീഴടക്കി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ K2 എത്ര ഇച്ചിരി പാടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. So fascinating stories. സോൻമാർഗിലെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ശ്രീനഗർ നേരത്തെ ഇരുട്ടുന്നതിന് മുമ്പ് ചെല്ലണമെന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച സ്ഥലമാണ്. പക്ഷേ രണ്ടുപേരും നമ്മൾ വഴിക്കിട്ട് പിടിച്ച് സമയമില്ല എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. കുതിരയെ തരാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്ത് നമ്മൾ കയറിയതാണ്. പക്ഷേ ഇവിടെ വരാതിരുന്നെങ്കിലുണ്ടല്ലോ മുടിഞ്ഞ നഷ്ടമായി പോയനെ. ഞാൻ വിചാരിച്ച ചെറിയ മറ്റേ പോണീസോ അല്ലെ കഴുതനെ ആയിരിക്കും ഇവർ തരുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നമ്മുടെ ബാഹുബലി കുതിര കേട്ടോ, കിട്ടില്ലോ. ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞ് ഭയ്യ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക.
ബ്രെഡ് ഓംലെറ്റ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ ദുക്കാൻ. സോൻമാർഗിനോട് വിട പറയുകയാണ്. നമ്മൾ ഓരോ കാശ്മീരി കബാബ് കണ്ടിട്ടുണ്ട്, മട്ടൻ കബാബ്. രക്ഷയില്ല പോയി. ഞങ്ങൾ 40 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ബ്രേക്ക് എടുത്തു, ചുമ്മാ കുറച്ച് ചൂട് കൊള്ളാൻ. നമ്മൾ എന്നൊക്കെ ഓർഡർ ചെയ്തേ? പിന്നെ 2 കാവ, പിന്നെ കാശ്മീർ റൊട്ടി. ചുമ്മാ വെറുതെ. റൈഡർ ശരത്ത് ഷെഡായിരിക്കുകയാണ്, ഷെഡിൽ കയറി എണ്ണ. എന്താ പറ്റിയല്ലയാ? നമ്മുടെ കബാബും കാവയും വന്നു. ഞാനുണ്ട് മട്ടൻ അല്ലേ പറഞ്ഞേ? ഞാൻ കഴിക്കട്ടെ.